ഹലോ എവരി വൺ, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡോസ് ഓഫ് ലൈഫ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ആക്ച്വലി രാത്രി എത്ര നേരം വേണമെങ്കിലും എഴുന്നേറ്റിരിക്കാം, പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പച്ചക്കായ വറുത്തതാണ് കേട്ടോ. സോ അതിനായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യുക, അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കറ പോകാനായിട്ട് വെള്ളത്തിലിടാം. ഞാനിവിടെ ഇരിക്കുന്നത് ഈ ഒരു ചെറിയ സൈസിലാണ് കേട്ടോ. നമ്മുടെ മീനൊക്കെ മുറിച്ച് നമ്മൾ വറുക്കാൻ എടുക്കുന്ന ആ ഒരു സൈസിലാണ് ഞാനിവിടെ ഈ പച്ചക്കായ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അതങ്ങനെ ചെയ്യാം കേട്ടോ. ഇന്നലെ രാത്രി ഇഡ്ഡലിയുടെ മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു സ്റ്റവിൽ നമുക്ക് ഇഡ്ഡലിയും മറ്റേ സ്റ്റവിൽ നമ്മൾ ചോറ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ നീക്ക് ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നീക്ക് ഇന്ന് ലഞ്ച് ഫ്രൈഡ് റൈസ് ആയിരിക്കും കേട്ടോ. ഞാനും ബിബിനും ചോറ് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഇഡ്ഡലിക്ക് കൂട്ടാനുള്ള സാമ്പാറെല്ലാം ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ടാസ്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടടപ്പും ഫ്രീ അല്ലാത്തതുകൊണ്ട് നമുക്ക് ചായക്ക് വെള്ളം കെറ്റിലിൽ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കായയുടെ കറയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മീൻ വറുക്കുന്ന പോലെ ഉപ്പും മുളകും മഞ്ഞളും കുരുമുളകും എല്ലാം കൂട്ടിക്കുഴച്ച് നമുക്കിതിലങ്ങ് പുരട്ടിയെടുക്കാം. ഇനി നമ്മളുടെ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നീനെ വിളിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അവളെ എഴുന്നേൽപ്പിക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ ഗൈസ്. എഴുന്നേൽക്കത്തില്ല, രാവിലെ ഭയങ്കര മടിയാണ് എഴുന്നേൽക്കാനായിട്ട്. എന്നെപ്പോലെ തന്നെയാണ് അവളും. അപ്പോൾ നമുക്കിത് നീനെ വിളിച്ച് ശല്യപ്പെടുത്താം. ഞാനിനിയും രാവിലെ പല്ലഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഫുഡൊക്കെ വാരിത്തരുന്നുണ്ട്. ഫുഡൊന്നും കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും വാരിത്തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് നീനെ റെഡിയാക്കി നിർത്തും കേട്ടോ, ഇല്ലെങ്കിൽ അവൾ അമ്മേനെ കൊണ്ട് ഇക്ഷ വരപ്പിക്കും. നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ. സാമ്പാർ, പച്ചക്കായ ഫ്രൈ, കൊഞ്ച്, മുട്ട വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാൻഡിയൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി നീയായിട്ടുള്ള അംഗം തുടരാൻ പോകുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ സ്ഥിരം ബ്യൂട്ടീഷ്യൻ അത്യാവശ്യം മോയ്സ്ചറൈസറും സൺസ്ക്രീനും പൗഡറും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര ക്രിസ്പിയാണെന്ന്. സിനിമ അതെ അതെ കുറച്ച് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സാൻറ്റി കുട്ടൻ. ബസ് കയറാൻ പോവാണ്. എനിക്കിപ്പോൾ സ്കൂളിൽ ഡാൻസൊക്കെ ആയതുകൊണ്ട് 2 കൊമ്പിലൊക്കെ മുടി കെട്ടി കണ്ണൊക്കെ നല്ല നീട്ടി വാലൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. അവരുടെ ആനുവൽ ഡേയുടെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിരിച്ചേ അങ്ങനെ ഞാനും നീ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ഇറക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സാൻറ്റി കുട്ടൻ.
നീച്ചിച്ചിയുടെ ശാന്തിക്കുട്ടനാണോ? നീച്ചിച്ചിയുടെ ശാന്തിക്കുട്ടനാണോ? നീച്ചിച്ചിയുടെ ശാന്തിക്കുട്ടനാണോ? ആനാ? ടാറ്റ ശാന്തമ്മ. മതി മതി മതി, വാ എന്നിട്ട് വാ ഇങ്ങോട്ട് വാ. കാത്തിട്ട് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് രാവിലെ വറുത്ത പച്ചക്കായ ഫ്രൈ. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര ക്രിസ്പിയാണെന്നുള്ളത്. നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ. സാമ്പാർ, പച്ചക്കായ ഫ്രൈ, കൊഞ്ച്, മുട്ട വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാൻഡിയൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ വെരി ഗുഡ് നോക്കട്ടെ. അമ്പോ ഗുഡ് ഗേൾ ആണല്ലോ, സൂപ്പർ. നീനെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അവസാനം ഞാനും നീയും തമ്മിൽ അടിയാകും. അങ്ങനെ ഒരു വിധം ഞങ്ങൾ പഠിക്കായിരുന്നു കേട്ടോ. ഏറ്റവുള്ളൊരു ശീലമാണ് പഠിക്കാനിരിക്കുമ്പോൾ അപ്പോൾ ഉറക്കം വരും. നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ അവസാനം ഒരടിയാണ്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് നേരം നമ്മുടെ സാൻഡിക്കുട്ടനൊക്കെ ഇട്ട് കളിച്ച് അങ്ങനെ പിന്നെ നീയൊക്കെ ഫുഡ് കൊടുക്കാറായി. നല്ല മീൻകറിയും ഉപ്പിലിട്ട് നല്ല ലൂബിക്ക ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഇനി ഞാൻ അച്ചാമ്മയുടെ അടുത്ത് കിടത്തി. ഇനി വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. ഒക്കെ കഴിച്ച് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരുറക്കം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.